മാക്സിമം എലോങ്ങേഷൻ സ്പ്രിംഗ് ആണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുന്ന വിചാരിച്ചു. അപ്പോൾ മെല്ലെ 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 ഇവിടെ സ്ലോ ഡൗൺ ആവും. കാരണം ഇവിടെ ഒരു എന്താണ് ഫോഴ്സ് ഓഫ് ദി സ്പ്രിംഗ് ഉണ്ട്. ഓക്കെ, സോ സ്ലോ ഡൗൺ ആവുന്ന സമയത്ത് വി കുഡ് സേ ദാറ്റ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ആക്ച്വലി സീറോ. സോ വാട്ട് ആർ ദി വർക്ക് ഡൺ? എന്താണ് വർക്ക് എനർജി തിയറി അപ്ലൈ ആണ്. സോ വർക്ക് ഡൺ ഈസ് ഒന്ന് എം ജി എച്ച് എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം എലോങ്ങേഷൻ ആയിരിക്കും. സോ എക്സ് മൈനസ് ഹാഫ്. എന്തുകൊണ്ട് മൈനസ് കൊടുത്തു? ബിക്കോസ് വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ദാറ്റ് ഈസ് മൈനസ് ഹാഫ് എക്സ് സ്ക്വയർ മൈനസ് സീറോ. ഓക്കെ, ദാറ്റ് ഇസ് ഇക്വൽ ടു 0. സോ ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താം, ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത എന്താണ് മാക്സിമം എലോങ്ങേഷൻ സ്പ്രിംഗ് ഇഫ് ഫ്രിക്ഷൻ ഈസ് ആബ്സെൻറ്റ്. സോ എന്തൊക്കെയാണ് വർക്ക് ഡൺ ബൈ എന്തൊക്കെ സാധനങ്ങൾ? ഒന്ന് എം ജി സൈൻ തീറ്റ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. എം ജി സൈൻ തീറ്റ ചെയ്യുന്നുണ്ട്. കാരണം എം ജി സൈൻ തീറ്റ ഇൻറ്റു എന്താണോ ഡിസ്റ്റൻസ്, ഇവിടെ എൽ ആണോ കൊടുത്തില്ല, എൽ ആണെങ്കിൽ എൽ, എം ജി സൈൻ തീറ്റ എൽ. ഓക്കെ, പിന്നെ സ്പ്രിങ് ചെയ്യുന്നൊരു ഡിസ്റ്റൻസ് ഹാഫ് കെ മാക്സിമം എലോങ്ങേഷൻ ദാറ്റ് ഈസ് എൽ സ്ക്വയർ മൈനസ് 0 ബേസ് നാച്ചുറൽ ലെങ്ത്തിലാണുള്ളത്. ഇവിടെ മനസ്സിലാക്കണം വെച്ചാൽ ഇവിടെ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് കംപ്രഷൻ. ഓക്കെ, എത്രയാണോ എലോങ്ങേഷൻ കേട്ടോ, ഇത് എലോങ്ങേഷൻ അല്ലെങ്കിൽ കംപ്രഷനാണ് ഇവിടെ കൊടുക്കാൻ. ഓക്കെ, അല്ലാണ്ട് ഇതിൻ്റെ ലെങ്ത് അല്ല കേട്ടോ. സോ എലോങ്ങേഷൻ ആണ് എൽ, പിന്നെ നേരത്തെ ഉണ്ടായ നാച്ചുറൽ ലെങ്ത്തിലാണ്, പ്രത്യേകിച്ച് എലോങ്ങേഷൻ ഒന്നും ഇല്ല ഇനീഷ്യലി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും, റൈറ്റ്? കറക്റ്റ്. എന്നിട്ട് ലാസ്റ്റ് എല്ലിൻ്റെ വാല്യൂ കണ്ടെത്താവുന്നേ ഉള്ളൂ. ഈ ഫ്രിക്ഷൻ അഥവാ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു മ്യൂ എം ജി കോസ് തീറ്റ എല്ലാം കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം. മൈനസ് മ്യൂ എം ജി കോസ് തീറ്റ എല്ലാം കൂടി ആഡ് ചെയ്യണം. എൽ എന്ന് പറഞ്ഞാൽ ആ ഒരു എത്രയാണ് ലെങ്ത്ത് അത്. പിന്നെ മ്യൂ എം ജി കോസ് തീറ്റ ദാറ്റ് ഇസ് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇറ്റ്സ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓൾ റൈറ്റ്. അടുത്തത് മാക്സിമം എലോങ്ങേഷൻ ഇൻ സ്പ്രിംഗ് ആണ് കണ്ടെത്താൻ പറയുന്നത്. എന്താണ് ഇവിടെ ഒരു എഫ് ഉണ്ട്. സോ അത് എഫ് കാരണമുള്ളത്. സോ എഫ് ഇൻറ്റു എക്സ്. ഇപ്പോൾ അഥവാ ഇങ്ങനെ പോയി ഇപ്പോൾ ലാസ്റ്റ് 0ലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് പോകും. ഇവിടെ ഇങ്ങനെ പോയി എത്തി ലാസ്റ്റ് 0ലേക്ക് പോകും. സോ എഫ് എക്സ് ഉണ്ട് മൈനസ് സ്പ്രിംഗ് കാരണമുള്ള ഫോഴ്സ് ദാറ്റ് ഇസ് മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ മൈനസ് 0. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല, വേറെ ഒന്നും ഫോഴ്സും തോന്നുന്നില്ല. ഫ്രിക്ഷൻ ഉണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. സോ മൈനസ് മ്യൂ എം ജി ആണിത് നോർമൽ ഇൻറ്റു എക്സ്. ഇനി ലാസ്റ്റ് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഫൈൻ. ഫിസിക്കൽ 0 എന്തുകൊണ്ടാണ്? ബിക്കോസ് ആദ്യം ഇനീഷ്യലി റെസ്റ്റിലാണ്, ലാസ്റ്റും റെസ്റ്റിലാണ്, അതുകൊണ്ടാണ് 0. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ജെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദ്യം വെച്ചാൽ മാക്സിമം എലോങ്ങേഷൻ സ്പ്രിംഗ് ആണ് എടുത്താൽ വരുന്നത്. അപ്പോൾ ഇയാൾ ഇങ്ങനെ പോയി ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം ഫോഴ്സ് ഡൺ ബൈ എഫ് ഇൻറ്റു എക്സ്. അപ്പോൾ അയാൾ കാരണമുള്ള വർക്ക് ഡൺ ഉണ്ട്. ശരി, പ്ലസ് ഇനി സ്പ്രിംഗ് കാരണമുള്ള വർക്ക് ഡൺ. സോ മൈനസ് ഹാഫ് കെ. ഓക്കെ, ശരി. സോ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവന്മാർ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് എത്ര തന്നിട്ടുള്ളത്? ഇങ്ങനെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ട് സ്പ്രിംഗ് ഫോഴ്സ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. സോ ഇഫ് ദി സ്പ്രിംഗ് ഫോഴ്സ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് എങ്ങനെയാണ് ചെയ്യാൻ? അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് അല്ലാത്തൊരു ഫോഴ്സ് കാരണം വർക്ക് ഡൺ നമ്മൾ നോർമലി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വി നോ ദാറ്റ് വർക്ക് ഡൺ ഡി ഡബ്ല്യു ഇൻറ്റഗ്രൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ഇൻറ്റഗ്രൽ, റൈറ്റ്? എഫ് ഡോട്ട് ഡി എക്സ് ഇൻറ്റഗ്രലാണ്, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വർക്ക് കൊടുക്കും, മൈനസ് അവിടെ കൊടുത്തിട്ട് മൈനസ് കെ എക്സ് ക്യൂബ് ഇൻറ്റഗ്രൽ ഡി എക്സ്. ഓക്കെ, ഇനി എവിടെ നിന്നും എവിടം വരെ ആയിരിക്കും എക്സിൻ്റെ ഇത് ഉണ്ടാവാൻ? അവർ അത്ര ഡിസ്റ്റൻസ് ദാറ്റ് ഡെഫിനറ്റ്ലി എന്താണത്? 0 മുതൽ ഇനീഷ്യലി 0 എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളെ 0 പോയിന്റ് വിചാരിച്ചോ. 0 മുതൽ എക്സ്. ഈ എക്സ് എന്തെന്നാണ്? മാക്സിമം എലോങ്ങേഷൻ ആണ്. മാക്സിമം എലോങ്ങേഷൻ ആണ്. ഓക്കെ, അതാണ് പരിപാടി. ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ മൈനസ് ഇവന്മാരെന്താണ്? ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. സോ അതും കോൺസ്റ്റൻ്റ് അല്ല. സോ അതിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മ്യൂ നോട്ട് ഇൻറ്റു എക്സ് ക്യൂബ് ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു എം ജി. ആംഗിളൊക്കെ 0 കേട്ടോ. അത് 180 ആയതുകൊണ്ട് മൈനസ് വന്നത്. ശരി, പിന്നെ ഡി എക്സ് ഇൻറ്റഗ്രൽ ചെയ്യുക. എഴുതുന്നത് 0 മുതൽ എക്സ് വരെ. ഓക്കെ, കാരണം എന്താ ഇത് കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ട് കോൺസ്റ്റൻ്റ് അല്ലാത്ത ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് നമുക്ക് കാൽക്കുലേറ്റ് നമുക്ക് അറിയുന്നത് തന്നെയാണ്. സോ ഇത് ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് ലാസ്റ്റ് ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ. സാർ കൊടുത്ത പോലെ ഇതുകൾ 0 മൈനസ് 0. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനും സിമിലർ ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം എലോങ്ങേഷൻ കണ്ടെത്താനാണ് പറയുന്നത്. ഓൾറൈറ്റ്, മാക്സിമം എലോങ്ങേഷൻ കണ്ടെത്താൻ ഇവിടെ സ്പ്രിംഗ് ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല. അതുകൊണ്ട് ഡയറക്റ്റ് മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നുള്ള ഉത്തരം കണ്ടെത്താൻ പോകരുത്. അത് വെച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അത് കോൺസ്റ്റൻ്റ് ഇല്ലെങ്കിൽ ആദ്യം എം ജി സൈൻ തീറ്റ ആയിട്ടുള്ള ഫോഴ്സ് നോക്കാം. സോ എം ജി സൈൻ തീറ്റ ഇൻറ്റു എക്സ്, പിന്നെ മൈനസ് കെ എക്സ് ക്യൂബ് ഡി എക്സ് ഇൻറ്റഗ്രൽ എവിടെ 0 മുതൽ എക്സ് വരെ ദാറ്റ് ഈസ് മാക്സിമം എലോങ്ങേഷൻ മൈനസ് മ്യൂ എക്സ് ക്യൂബ് ഡി എക്സ് അല്ല എം ജി ഉണ്ടേ. ഇത് വെറും ഇത് മാത്രമല്ല. എം ജി ഡി എക്സ് ഇൻറ്റഗ്രൽ എവിടെ മുതൽ 0 മുതൽ എക്സ് വരെ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ 0. ഇപ്പോൾ എല്ലാം കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ഫൈൻ. ഇതാണ് പരിപാടി. ഇനി എന്താണ് അടുത്ത്? മാക്സിമം എലോങ്ങേഷൻ ഇൻ സ്പ്രിംഗ് കണ്ടെത്താനാണ് പറയുന്നത്. ഇവിടെ എന്താണ്? ബോഡി നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. എനിവേസ് എന്തൊക്കെയാണ് ഫോഴ്സസ് ഉള്ളത്? ആരൊക്കെ കാരണം വർക്കിനാണ് നമ്മൾ ഇത്ര നേരം അപ്ലൈ ചെയ്യുന്നത്? വർക്ക് എനർജി തിയറം കേട്ടോ, വേറെ ഒരു കഥയൊന്നുമല്ല. വർക്ക് എനർജി തിയറം ഡയറക്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എനിവേസ് വർക്ക് എനർജി തിയറം പ്രകാരം ആരുടെയൊക്കെ ഫോഴ്സ് ഉണ്ട്? എന്താണ്? ഇയാൾ ഡ്രോപ്പ് ചെയ്യാണ്. സോ ഒന്ന് എം ജി
എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം എലൊങ്ങേഷൻ സൈൻ തീറ്റ, ബിക്കോസ് എം ജി സൈൻ തീറ്റയാണ് ഈ ഫോഴ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ ഫൈൻ. അത് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കേട്ടോ. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ട് ഞാൻ എടുത്തെടുത്തിട്ട് ഓരോ ഐഡിയാസ് ഒന്നും പറയുന്നില്ല. ഓക്കെ, പിന്നെ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഓക്കെ, -0 ഇനീഷ്യലി നാച്ചുറൽ ലെങ്ത്തിലാണ് ഉണ്ടായത്. ഫൈൻ. ഇനി വേറെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? മ്യൂ ഉണ്ട്. സോ -μ എം ജി കോസ് തീറ്റ ഇൻറ്റു എക്സ് ദാറ്റ് ഇസ് ഇക്വൽ 0 ബിക്കോസ് ഇനീഷ്യലി ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഉത്തരം കണ്ടെത്തുന്നതിൻ്റെ എക്സ് കണ്ടെത്തണേ, എക്സ് കണ്ടെത്തിക്കോളി. ഇനി അടുത്ത ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ജെ അഡ്വാൻസിൻ്റെ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അസ്യൂം ബ്ലോക്ക് നെവർ ലീവ് സർഫസ്. ഈ ബ്ലോക്ക് ഒരിക്കലും സർഫസിന് പോകുന്നില്ല. അപ്പം ഫൈൻഡ് ഇനീഷ്യൽ ആക്സലേഷൻ ഓഫ് ദി ബ്ലോക്ക്. അപ്പോൾ ഇനീഷ്യൽ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇപ്പോഴാണ് അനുഭവപ്പെടുന്നത് ആക്സലേഷൻ. അപ്പോൾ ഇത് നാച്ചുറൽ ലെങ്ത്തിലുള്ളത്. നാച്ചുറൽ ലെങ്ത്തിലാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നില്ല. സോ മോളിൽ നോർമൽ ഫോഴ്സ്, അത് താഴോട്ടേക്കുള്ള എം ജി ഡിക്വേറ്റ് ആവുന്നുണ്ട്. സോ ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള ആക്സലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കൊണ്ടുവന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് ഫോഴ്സ് എം ജി ബൈ 2 മൈനസ് എന്താണ് വലിച്ചുകൊണ്ടുവന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് എം ജി ബൈ 4 എം ജി ബൈ 4. ഓക്കെ, ഡിവൈഡ് ബൈ ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ്, ദാറ്റ് ഈസ് ആക്സലേഷൻ റൈറ്റ്. മാസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആകെ ഒരു എം ഉള്ളൂ. അല്ല, എം മാത്രമല്ല, സിസ്റ്റത്തിൻ്റെ അല്ല. സോ എം പ്ലസ് എം ബൈ 4 റൈറ്റ്. ഇതാ നമ്മളെപ്പോഴും ഒരു പുള്ളിയിലുള്ള 2 റോപ്സിൻ്റെ ആ കഥ പഠിച്ചല്ലേ. കൊണ്ടുവന്ന ഫോഴ്സ് മൈനസ് വലിച്ചുകൊണ്ടുവന്ന ഫോഴ്സ് നമ്മൾ സിസ്റ്റമായിട്ട് എടുക്കും, കംപ്ലീറ്റ് ഒരു സിസ്റ്റമായിട്ട് എടുക്കുമ്പോൾ ഇതൊരു ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്, അതാണ് പരിപാടി. ഓക്കെ, ഇതെല്ലാം നമുക്ക് അറിയുന്നത് തന്നെയാണ് എപ്പോഴും. അല്ലെങ്കിൽ ഓരോ ടെൻഷനായിട്ട് എടുക്കേണ്ടി വരും. ടെൻഷന് എഫ് മൈനസ് ടെൻഷൻ, ഇവിടെ സെയിം ടെൻഷൻ, അതെല്ലാം വെറുതെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു മെത്തേഡാണ്. ഇത്ര നേരം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ പഠിച്ചാണ് ഇത്. അപ്പോൾ എന്താണ് ആക്സലേഷൻ, ഇനീഷ്യൽ ആക്സലറേഷൻ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കേട്ടോ, മാഗ്നിറ്റ്യൂഡ് ഇത് ഇങ്ങോട്ടായിരിക്കും പ്രോബ്ലി പോകാൻ. ഫൈൻ. പിന്നെ അടുത്ത ക്വസ്റ്റൻ, ഇഫ് ദി മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓഫ് ദി ഹെവിയർ ബ്ലോക്ക്, ദാറ്റ് ഈസ് എം ആണ് ഹെവിയർ ബ്ലോക്ക്. ഓക്കെ, അത് L√3 ആണെങ്കിൽ ഫൈൻഡ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുന്നത്. ശരി, സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടെത്താനാണ് പറയുന്നത്. ശരി, അപ്പം എന്താണ് ഈ പറഞ്ഞ ചങ്ങായി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് എത്ര L√3 എത്തിയിട്ടുണ്ട്. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് L√3. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി ഈ സ്പ്രിംഗ് എന്തായിട്ടുണ്ടാവും, സ്പ്രിംഗ് ഇങ്ങനെ ചേർന്നിട്ടുണ്ടാവും, ഈ രീതിയിൽ എത്തിയിട്ടുണ്ടാവും സ്പ്രിംഗ് റൈറ്റ്. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ലെങ്ത്ത് നിന്ന് എത്രയോ പോയിട്ടുണ്ട്, അത് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്ക് ഇതെത്ര അറിയാം, L ആണ്, ഇത് L√3 ആണ്. സോ ഇതെത്ര ആയിരിക്കും, ഇത് 2L ആണ്. ജസ്റ്റ് ഒന്ന് പൈത്തഗോറസ് തിയറം പ്രകാരം 2L ആണ്. ഫൈൻ. എനിവേയ്സ്, എന്താണ് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, എന്താണ് നടത്താൻ പറയുന്നത്, സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ് നടത്താൻ പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വി ഗോണ ഡു വർക്ക് എനർജി തിയറം. ഈ സിസ്റ്റത്തിന്, കംപ്ലീറ്റ് സിസ്റ്റത്തിനാണ് വർക്ക് എനർജി തിയറം കൊടുക്കാൻ പോകുന്നത്. സോ സിസ്റ്റത്തിന് വർക്ക് എനർജി തിയറം കൊടുക്കുമ്പോൾ ആദ്യം ഗ്രാവിറ്റി എന്ന വർക്ക്, ഇയാളുടെ മുകളിൽ ഗ്രാവിറ്റി എന്ന വർക്ക് ഉണ്ട്, ദാറ്റ് ഈസ് എം ജി ബൈ 4 ഇൻറ്റു എത്ര എച്ച്, ഇയാൾ എത്ര എച്ച്, ഇത് മൈനസ് ആണ് കാരണം ഗ്രാവിറ്റി താഴോട്ടേക്ക് കൊടുക്കുന്നത്. സോ ഇയാൾ മുകളിലോട്ടേക്കാണ് പോകുന്നത്. ആൻഡ് ദിസ് ഇസ് L√3. എന്തുകൊണ്ട് ഇത് L√3? കാരണം ഈ പറഞ്ഞ ഹെവിയർ ബ്ലോക്ക് റൈറ്റ് സൈഡിലോട്ട് L√3 പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇയാൾ മുകളിലോട്ടേക്ക് L√3 പോയിട്ടുണ്ടാവും. സോ L√3 പ്ലസ് ഇനി വേറെ എന്താ വർക്ക് ഉള്ളത്, ഒന്ന് ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന വർക്ക്, ദാറ്റ് ഈസ് എം ജി ബൈ 2 ഇൻറ്റു എത്ര L√3. ഓക്കെ, അത് ആ വർക്കായി. പ്ലസ് ഇനി ആരുണ്ടാക്കുന്ന വർക്കാണുള്ളത്, നമ്മുടെ സ്പ്രിംഗ് ബ്രോ ഉണ്ടാക്കുന്ന വർക്ക്. സ്പ്രിംഗ് ബ്രോ ഉണ്ടാക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ നാച്ചുറൽ ലെങ്ത് അത് L ആണ്, ഇപ്പോൾ ഫൈനലായിട്ട് 2L ആണ്. സോ അതായത് -12K. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, സ്പ്രിംഗ് ഉണ്ടാക്കുന്ന ഫോഴ്സ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷനിലേക്ക് അതിൻ്റെ F.D ഒക്കെ എടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിലേക്ക് പോകണ്ട. കാരണം നമ്മൾ ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടെല്ലാം കിട്ടിയൊരു വാല്യൂ ആണ്, ലാസ്റ്റുള്ളൊരു വാല്യൂ ആണ്. ദാറ്റ് ഈസ് സ്പ്രിംഗ് കാരണം ഉണ്ടാക്കുന്ന വർക്ക്, ദാറ്റ് ഈസ് -12K x ഫൈനൽ സ്ക്വയർ മൈനസ് x ഇനീഷ്യൽ സ്ക്വയർ. അത് ആ ഇക്വേഷൻ, അത് ഏത് രീതിയിൽ സ്പ്രിംഗ് ഏത് രീതിയിലുള്ള ഓറിയൻറ്റേഷനാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫൈൻ. ഓക്കെ, സോ -12K x ഫൈനൽ സ്ക്വയർ. സോ x ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, x എന്ന് പറഞ്ഞാൽ എലോങ്ങേഷൻ ഓർ കംപ്രഷൻ. സോ എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ 2L ആണ്, നേരത്തെ L. സോ എത്ര എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ L ആണ് കേട്ടോ. സോ L സ്ക്വയർ മൈനസ് ഇനീഷ്യലായിട്ട് എലോങ്ങേഷൻ, ദാറ്റ് ഈസ് 0. സോ L സ്ക്വയർ മൈനസ് 0. ഇനി ഇത് ഡയറക്റ്റ് എന്താണ് വാല്യൂ കണ്ടെത്തേണ്ടത്, എല്ലാത്തിൻ്റെയും നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. കെയുടെ വാല്യൂ കണ്ടെത്താൻ വന്നതേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഓൾ റൈറ്റ്, ബിക്കോസ് ഇത് 0 ആണ്, ഇനീഷ്യലി റെസ്റ്റിലാണ് ഉണ്ടായത്. സോ ഫൈനലി മെല്ലെ പോയി റെസ്റ്റിലേക്ക് തന്നെ എത്താണ്. സോ കെയുടെ വാല്യൂ കണ്ടെത്താം, അത്രേ ഉള്ളൂ. ഇനി എന്താണ് ഈ പർട്ടിക്കുലർ ബ്ലോക്കിനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാണ്, ഇവിടെ എത്തുമ്പോൾ ആ ഒരു വെലോസിറ്റി കണ്ടെത്താനാണ് പറയുന്നത്. സോ ഇത് റേഡിയസ് R ആണ്. സോ വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ഇസ് ഇക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് ഫോഴ്സ്, ഒന്ന് mg. സോ mg ഇൻറ്റു ഇത് R ആണ്. സോ mg ഇൻറ്റു R. ഓക്കെ, -12K സ്പ്രിംഗ് ഉണ്ടാക്കുന്ന ഫോഴ്സ് എക്സ് ഫൈനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ
എക്സ് ഫൈനൽ എന്ന് പറഞ്ഞാൽ എത്ര ലാസ്റ്റ് ഉണ്ടാകുന്ന കംപ്രഷൻ എത്ര ഇനീഷ്യൽ നാച്ചുറൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് 6 ആണെങ്കിൽ 6√2 ആണ് ഇനീഷ്യൽ ഉണ്ടാവുക. ഓക്കെ, സോ 6√2 നിന്ന് ലാസ്റ്റ് എന്താണുള്ളത് 2R ആണ്. സോ 2R മൈനസ് R√2, പിന്നെ മൈനസ് ഇനീഷ്യലി നാച്ചുറൽ ലെങ്ത് ഉള്ളത് 0 ആണ്. സോ 2R മൈനസ് R√2 ദാറ്റ് ഈസ് 2 കോമൺ എടുക്കുക, 6 മൈനസ് 2 അല്ല കോമൺ എടുക്കണം, 6 കോമൺ എടുക്കാനുള്ളത്. സോ 6 കോമൺ എടുക്കുക, 2 മൈനസ് √2 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ. ഓക്കെ, എന്നിട്ട് ഇസിക്വൽ ടു എന്താണ് 0 അല്ല, ഇനീഷ്യൽ ഫൈനൽ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഡ്രോപ്പ് ചെയ്താണ് 0. ഓൾ റൈറ്റ്, എന്നിട്ട് ലാസ്റ്റ് വിയുടെ വാല്യൂ എടുക്കും. ഇനി ഇതിൻ്റെ നാച്ചുറൽ ലെങ്ത് ഓഫ് ദ സ്പ്രിങ് ദാറ്റ് ഈസ് L ആണ്. ശരി, ഇപ്പോൾ 3L ആണ്. അപ്പോൾ ഇനീഷ്യലി തന്നെ അയാൾ 2L കംപ്രഷൻ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് എന്താണ് 5L ആണ്. അപ്പോൾ എത്ര കംപ്രഷൻ 4L കംപ്രഷൻ, ബിക്കോസ് L നിന്ന് 5L ആ ഒരു കംപ്രഷൻ. ഫൈൻ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കൽ വെൻ ഇറ്റ് റീച്ചസ് ദി ലോവസ്റ്റ് പോയിന്റ്. സോ വർക്ക് എനർജി തിയറം. സോ mg ഇൻറ്റു എത്രയാണ് ഡിസ്റ്റൻസ് 5L ദാറ്റ് പ്ലസ് മൈനസ് ഹാഫ് k എക്സ് ഫൈനൽ എത്രയായിരുന്നു ഞാൻ പറഞ്ഞു 4L ആണ്. സോ 4L സ്ക്വയർ ദാറ്റ് ഈസ് 16L സ്ക്വയർ മൈനസ് ഇനീഷ്യൽ എത്രയായിരുന്നു കംപ്രഷന് 3L ആണ്. L so 2L, so that is 4L square, that is 12L square is equal to 0. ഓക്കെ, ഉത്തരം കണ്ടെത്താം. എന്താ വേണ്ട ഉത്തരം, ഉത്തരം കണ്ടെത്തേണ്ടേ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കൽ. സോ അത് കണ്ടെത്താം. ഇതിന് സർക്കുലർ മോഷൻ എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സർക്കുലർ മോഷൻ എപ്പോഴും നോർമൽ ആക്സലറേഷൻ ദാറ്റ് ഈസ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ കോൺസ്റ്റൻ്റ് അല്ല, എന്തുകൊണ്ട് ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ഓരോ എലോങ്ങേഷൻ ഉണ്ടാവാൻ, ഓരോ സൈഡിലും ഇവിടെ എത്തുമ്പോൾ ചിലപ്പം എലോങ്ങേഷൻ വരെ ആയിരിക്കും, എലോങ്ങേഷൻ വരെ. അപ്പോൾ ഓരോ സമയത്തും ഓരോ സ്പ്രിംഗ് ഫോഴ്സ് ആണ് ഇവിടെ ആകെയുള്ള നോർമൽ ആക്സലറേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ആളുള്ളൂ. സോ അത് അല്ലെങ്കിൽ എം ജി സ്പ്രിംഗ് ഫോഴ്സ്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ടാവുന്ന എന്ത് വ്യത്യാസമാണ്, ഇവിടെ ഓരോ അവസ്ഥയിലുണ്ടാകുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഇതൊരിക്കലും സർക്കുലർ മോഷൻ ചെയ്യൂല. ഓക്കെ, നാച്ചുറൽ ലെങ്ത് എല്ലാം വന്നിട്ടുണ്ട്. ഫൈൻ ദി വെലോസിറ്റി ഓഫ് ദ റിംഗ് വെൻ ഇറ്റ് റീച്ചസ് ദി പോയിന്റ് ബി ആണ്. അപ്പോൾ ഇവിടെ എം ജി ഉണ്ടാക്കുന്ന വർക്കൊക്കെ 0, നോർമൽ ഉണ്ടാക്കുന്ന വർക്കൊക്കെ 0, ബിക്കോസ് ഇയാൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ബിക്കോസ് ഇറ്റ്സ് എന്താണ് പെർപെൻഡിക്കുലർ ടു ദി മൂവ്മെൻറ്റ് ഓഫ് ദി ദിസ് ബീഡാ എന്താ സാധനം അതറിയില്ല. എനിവേസ് എന്താണ്, അപ്പോൾ ആര് കാരണമാണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ, ഈ സ്പ്രിംഗ് ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഈ കോമ്പനൻറ്റ് സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഈ കോമ്പനൻറ്റ് കാരണമാണ് ഇയാൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ. താഴത്തുള്ള കോമ്പനൻറ്റ് എന്താണ് ഇതിൻ്റെ വെർട്ടിക്കൽ ഇക്വിലിബ്രിയത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓൾറൈറ്റ്, സോ അത് കഴിഞ്ഞു. ഇനി എന്താണ് വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ്. സോ സ്പ്രിംഗ് ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ഫൈനൽ എത്രയാണുള്ളത് 4L ആണല്ലോ ഉള്ളത്, ബിക്കോസ് ഇതൊന്നും ട്രയാങ്കിൾ ഒബ്സർവ് ചെയ്തിട്ടും ഇത് 4L ആണ്. സോ 4L എത്രയാണ് ആക്ച്വലി ഉള്ളത് L ആണ്. സോ എത്ര എലങ്ങേഷൻ ദാറ്റ് ഈസ് 3L. സോ 3L എന്ന് പറഞ്ഞാൽ 9L സ്ക്വയർ മൈനസ് ഇനീഷ്യൽ എത്രയാണ് 5L ആണ്. എത്രയാണ് 4L. സോ 16L സ്ക്വയർ. സോ ഇത് 9, 10, 11, 12 ഓക്കെ 7 ആണ്. സോ പ്ലസ് ഹാഫ് 7L സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 അല്ല ഹാഫ് എം വി സ്ക്വയർ. ഇനി ബിയുടെ വാല്യൂ കണ്ടെത്താൻ ഉത്തരം കിട്ടും. ഓൾറൈറ്റ്, ഇതും വളരെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇവിടെ ഫ്രിക്ഷനും കൂടി എക്സ്ട്രാ ആക്ട് ചെയ്യുന്നുണ്ട്, അല്ല ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നില്ല, നമ്മൾ കാര്യം മനസ്സിലാക്കാം. ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, എം ജി മാത്രമേ ഇവിടെ ഒരു വർക്ക് ചെയ്യുന്നുള്ളൂ. ഓൾറൈറ്റ്, ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ പാർട്ടിക്കൽ ഈസ് മൂവിങ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നുണ്ട് വളരെ സ്ലോ. ദാറ്റ് മീൻസ് ഓരോ പോയിന്റിലും വളരെ സ്ലോലി എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഡെഫിനറ്റ്ലി 0 ആണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് സ്ലോലി എന്നൊരു വേർഡ് തന്നത്. പോരാനായിട്ട് ഓരോ പോയിന്റിലും മെല്ലെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്ലോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഓരോ പോയിന്റ് ഇയാൾക്ക് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഓരോ പ്രാവശ്യം ഈ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഓൾവേസ് ടാൻജൻറ്റ് ടു ദി പാത്ത്. അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഓരോ ഫോഴ്സാണ് ഉണ്ടാവാൻ, ഓരോ ഫോഴ്സാണ് ഉണ്ടാവാൻ. ഇനി ഈ ഫോഴ്സിന് ഇക്വേറ്റ് ആവുന്നുണ്ട് വളരെ സ്ലോലി ആയതുകൊണ്ട് ആക്സലേഷൻ ഏകദേശം 0 ആയിരിക്കും. സോ ആക്സലേഷൻ ഏകദേശം 0 ആകുമ്പോൾ ഈ ഫോഴ്സിന് ആരാണ് ഇക്വേറ്റ് ആവുന്നത്, ഏകദേശം ഈ പറഞ്ഞ എം ജി ആണ് ഇക്വേറ്റ് ആവുന്നുള്ള കാര്യം മനസ്സിലാക്കുക. എനിവേസ് നമുക്ക് എന്താ നടത്തേണ്ടത്, വാട്ട് ഇസ് വർക്ക് ഡൺ ബൈ ദിസ് എക്സ്റ്റേണൽ ഫോഴ്സ്. സോ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ഈ എം ജി ആണെങ്കിൽ ഓരോ പ്രാവശ്യം എം ജിയുടെ ഓരോ കോമ്പനൻറ്റ് എം ജി സൈൻ തീറ്റ ഓരോ ആംഗിൾ അല്ല, ഓരോ പ്രാവശ്യം ഓരോ ആംഗിൾ. അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഓരോ എം ജി സൈൻ തീറ്റ ഓരോ ആംഗിൾസിലുള്ള സൈൻ തീറ്റകളായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഫോഴ്സ് ഡയറക്റ്റ് ആയിട്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ എനിവേസ് വർക്ക് എനർജി തിയറി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ആരൊക്കെയാണ് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഒന്ന് നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ദാറ്റ് ഈസ് മൈനസ് എം ജി എച്ച്. എന്തുകൊണ്ട് മൈനസ്? കാരണം മോണോട്ടിക് ഗ്രാവിറ്റീൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നുണ്ട്, വെർട്ടിക്കലായി ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ആണ്. സോ മൈനസ് എം ജി എച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. സോ മൈനസ് എം ജി എച്ച് പ്ലസ് വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ്, അത് അറിഞ്ഞൂടെ, വർക്ക് ഡൺ ബൈ ഫോഴ്സ് ദാറ്റ് വിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് 0. സോ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഈസ് ആക്ച്വലി എം ജി എച്ച്. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് വർക്ക് എനർജി തിയറത്തൊന്ന് അപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടും. റൈറ്റ്,
സോ അഥവാ ഫ്രിക്ഷൻ അങ്ങോട്ട് ഉണ്ടെങ്കിൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് അടുത്ത ദിവസം നമ്മൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുന്നു. ഇവിടെ ഫ്രിക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കിവിടെ ഫ്രിക്ഷൻ തന്നിട്ട് മൈനസ് മ്യൂ എസ്, അത് ഓരോ പ്രാവശ്യവും ഓരോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കുള്ളൂ. പക്ഷേ എം ജി സൈൻ തീറ്റ അത് വേരിങ് ആയിരിക്കും. ഓക്കെ, ഓരോ പ്രാവശ്യം ഓരോ തീറ്റകളായിരിക്കും അല്ലേ. അപ്പോൾ എം ജി സൈൻ തീറ്റ വേരിങ് ആണ്, സോറി എം ജി കോസ് തീറ്റ അല്ലേ, മ്യൂ എസ് എം ജി കോസ് തീറ്റ അത് ഓരോ പ്രാവശ്യം വേരിങ് ആണ്, ബിക്കോസ് ആംഗിൾ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ലേശം ടാസ്ക് ആണ്. പക്ഷെ നമുക്ക് നോക്കി നോക്കാം. അടുത്തത് എന്താണ്, ഇത് ഒരു പ്രശ്നമില്ല, മാക്സിമം കംപ്രഷൻ ഓഫ് ദി റൈറ്റ് സ്പ്രിംഗ് ആണ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, സോ റൈറ്റ് സ്പ്രിങ്ങിൻ്റെ മാക്സിമം കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആദ്യം ഇയാൾ ഇങ്ങോട്ടേക്ക് വെലോസിറ്റിയിലേക്ക് പോകുന്നുണ്ട്. ഓൾ റൈറ്റ്, അപ്പം എന്താണ് വർക്ക് ഡൺ, ജസ്റ്റ് എന്താ ഡയറക്റ്റ് നമ്മുടെ മറ്റേ അപ്ലൈ ചെയ്യാം വർക്ക് എനർജി തിയറം. സോ ലെഫ്റ്റ് സ്പ്രിങ് ഉണ്ടാക്കുന്ന വർക്ക് ഏത് എമ്മിൻ്റെ മുകളിൽ, ദാറ്റ് ഈസ് മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. അത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ, പോസിറ്റീവ് വർക്ക് ഡൺ അല്ല, അത് നെഗറ്റീവ് വർക്ക് ഡൺ ആണ്, കറക്റ്റാണ്, സോറി രണ്ടുപേരും നെഗറ്റീവ് വർക്കാണ്. സോ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ മൈനസ് 0. ഓക്കെ, മൈനസ് ഹാഫ് പ്രാവശ്യം 2k ആണ്. സോ 2k അതും എക്സ് സ്ക്വയർ മൈനസ് 0 തന്നെയാണ്, ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ബിക്കോസ് ഇനീഷ്യലി ഫൈനലി 0 റെസ്റ്റിലേക്ക് എത്തും, മെല്ലെ റെസ്റ്റിലേക്ക് എത്തും. പക്ഷേ ഇനീഷ്യലി ഹാഫ് എം ബി സ്ക്വയർ ഉണ്ടായിരുന്നു. ഓക്കെ, മാക്സിമം കംപ്രഷൻ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റാൻ, നമുക്ക് നേറ്റു ഇവർ രണ്ടാളും പാരലാണ്, നമുക്കറിയാം, നമ്മൾ ന്യൂട്ടൺ സോഴ്സ് പഠിച്ചാണ്. ഇവർ രണ്ടാളും പാരലായിട്ട് ആക്ട് ചെയ്യണം. ഇവൻറ്റോ ഇവർ രണ്ടാളും കാണുമ്പം ഈ രണ്ട് സ്പ്രിങ്ങും പാരലായിട്ട് പോലെ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ മനസ്സിലാവും രണ്ടുപേരും ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇയാളുടെ ഫോഴ്സ് എങ്ങോട്ടേക്കാണുള്ളത്, ലെഫ്റ്റോട്ടേക്കാണുള്ളത്. ഇയാളുടെ ഫോഴ്സ് എങ്ങോട്ടേക്കാണുള്ളത്, അതും ലെഫ്റ്റോട്ടേക്കാണുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ രണ്ടുപേരുടെ ഫോഴ്സ് ഒരേ ഡയറക്ഷനിലേക്കാണുള്ളത്, അപ്പോൾ ഒരേ പാരലൽ എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവർ രണ്ടാളും പാരലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് നോക്കി രണ്ടുപേരുടെ ഒരേ ഡയറക്ഷനിലേക്ക് ഫോഴ്സ് എന്ന രീതിയിൽ. സോ ഡെഫിനറ്റ്ലി ഇവർ പാരലാണെങ്കിൽ ടോട്ടലായിട്ട് നമുക്ക് k+2k ദാറ്റ് ഈസ് 3k എന്ന് പറയാൻ പറ്റും. 3k ആണ് ടോട്ടൽ എന്ത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം 3k. അപ്പോൾ ഈ 3k ആയിട്ടുള്ള സാധനം വെലോസിറ്റി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് റെസ്റ്റിലേക്ക് എത്തും. അപ്പോൾ ഉണ്ടാകുന്ന എക്സ് മാക്സ് കണ്ടെത്തിയാൽ തന്നെ ആ എന്താണ് ഇവിടെ ഉണ്ടാകുന്ന എക്സ് മാക്സും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസിലാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സ്പ്രിങ്സ് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് അതിൻ്റെ എഫക്റ്റീവ് സ്പ്രിങ് കണ്ടെത്താൻ പറ്റും. ഇവ രണ്ടാളും പാരൽസ് ഓഫ് 4k പ്ലസ് ഇത് രണ്ടാളും പാരൽസ് ഓഫ് 6k. സോ 6k ആയിട്ടുള്ള സാധനം ലാസ്റ്റ് റെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ മാക്സിമം എലോങ്കേഷൻ നേരത്തെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ലെക്ചറിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ആയി. ഓൾ റൈറ്റ്,